കാനഡ സ്ഥിരതാമസത്തിനുള്ള ക്ഷണങ്ങൾക്കായി ചില പ്രധാന പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത 4 മാസത്തേക്കാണ് ഈ പദ്ധതികൾ പ്രധാനമായും നടപ്പാക്കുന്നത്. കാനഡയിലെ ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കനേഡിയൻ സർക്കാർ പ്രസിദ്ധീകരിച്ച രേഖയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ പദ്ധതികൾ പ്രധാനമായും കാനഡയ്ക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ള കാറ്റഗറി ഡ്രോസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രേഖയിൽ പ്രധാനമായി 4 വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫ്രഞ്ച് സംസാരിക്കുന്നവർ, ആരോഗ്യ സംരക്ഷണം, ട്രേഡ്സ്, വിദ്യാഭ്യാസം. ഈ വിഭാഗങ്ങളിൽ PR നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അടുത്ത 4 മാസങ്ങൾ വളരെ നിർണായകമാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് IT വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2025 ഈ മേഖലയിൽ നിന്ന് 3000 ആളുകളെ ക്ഷണിക്കാൻ കാനഡ പദ്ധതിയിടുന്നുണ്ട്. ഇതിനോടകം 1000 പേർക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. അതായത് വരുന്ന 4 മാസങ്ങളിൽ 2000 പേരെ കൂടി ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. കാനഡയ്ക്ക് പുറത്തുള്ള ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നത് നല്ല വാർത്തയാണ്. ആരോഗ്യ സംരക്ഷണവും സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ 2025 ഏകദേശം 8000 ആളുകളെ ക്ഷണിക്കാൻ കാനഡ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ഇതിനോടകം 7500 ക്ഷണങ്ങൾ അയച്ചു കഴിഞ്ഞു. ഇനി 500 ഒഴിവുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ ഈ ക്ഷണങ്ങൾക്കുള്ള ആവശ്യമായ സ്കോറുകൾ വളരെ കൂടുതലായിരിക്കും. ഏകദേശം 520 കൂടുതലായിരിക്കും സ്കോർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻപ് ഇത് 470, 475 ആയിരുന്നു. 37 ആരോഗ്യ സംരക്ഷണ ജോലികളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ IELTS അല്ലെങ്കിൽ ഫ്രഞ്ച് ടെസ്റ്റുകൾ പോലുള്ള ഭാഷാ പരീക്ഷകൾക്കായി ഉടൻ തയ്യാറെടുക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് ട്രേഡ് ഓക്യുപ്പേഷൻ മേഖലയാണ്. പല ആളുകളും കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണിത്. 2020 മുതൽ കാനഡ സ്കിൽഡ് ട്രേഡ്സിനുള്ള കാറ്റഗറി ഡ്രോ നടത്തിയിട്ടില്ല. 2025 വിവിധ ട്രേഡ്സ് ജോലികളിൽ നിന്നായി 3300 ആളുകളെ ക്ഷണിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഈ ഗ്രൂപ്പിന് അടുത്ത 4 മാസങ്ങളിൽ വളരെ പ്രധാനമാണ്. 3300 ആളുകളെയും ഒരൊറ്റ ഡ്രോയിൽ ക്ഷണിക്കാൻ സാധ്യതയില്ല. ഒന്നിലധികം ഡ്രോസ് ഉണ്ടാവുകയാണെങ്കിൽ സ്കോറുകൾ മുൻവർഷങ്ങളിലേതിന് സമാനമായി 470, 480 വരെയാകാൻ സാധ്യതയുണ്ട്. ക്യൂബക്കിന് പുറത്ത് താമസിക്കുന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ കാനഡ ആഗ്രഹിക്കുന്നുണ്ട്. 2025 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 8500 ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾക്ക് PR ക്ഷണങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. 2025 അവസാനിക്കുന്നതിന് മുൻപ് 2500 ആളുകളെ കൂടി ഈ വിഭാഗത്തിൽ നിന്ന് ക്ഷണിക്കാൻ കാനഡ പദ്ധതിയിടുന്നുണ്ട്. കാനഡ ഇതിനോടകം ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ 8.5% എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷണം ലഭിച്ചാൽ പോലും PRനുള്ള അന്തിമ അംഗീകാരം 2026 ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2024 അവസാനത്തിലെ പല അപേക്ഷകളും ഇപ്പോഴും പ്രോസസ്സിംഗിലാണ്. ഈ വിവരങ്ങൾ കനേഡിയൻ സർക്കാർ രേഖയിൽ നിന്നുള്ളതാണെങ്കിലും ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് ഓർക്കണം. സ്റ്റീം അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രി ഫുഡ് വിഭാഗങ്ങളെക്കുറിച്ച് ഈ രേഖയിൽ പരാമർശിക്കുന്നില്ല. കാനഡയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കായുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഡ്രോസ് തുടർന്നുമുണ്ടാകും. ഈ വിവരങ്ങളെല്ലാം വരും മാസങ്ങളിൽ കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനകരമാകും. അതുകൊണ്ട് നിങ്ങളുടെ യോഗ്യതകൾ ഉറപ്പുവരുത്തി അപേക്ഷിക്കാൻ തയ്യാറെടുക്കുക.